4 മാസം മുമ്പ് പഠിച്ചിരുന്നേ പൊളിക്കുമെന്നൊരു തോന്നലില്ലേ ഇപ്പോൾ? എല്ലാം ഭയങ്കര സൈലൻ്റ് ആയല്ലേ? 4 മാസം മുമ്പ് ഞാൻ ഈ ഒരു പഠിത്തം പഠിച്ചിരുന്നേ ഞാനിപ്പോൾ ആരായനെ എന്നൊരു തോന്നലുണ്ടാവുന്ന ഒരു സമയമാണിത്. ശനിയാ പ്രത്യേകിച്ച് അല്ലേ? തീർച്ചയായിട്ടും സത്യം. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ആലോചിക്കാറുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എങ്ങനെ അത് കണ്ടുപിടിച്ചു എന്ന് മനുഷ്യനായാലത് തോന്നും, സ്വാഭാവികമായിട്ട് തോന്നുന്ന കാര്യമാണ്. എക്സാമിനോട് അടുക്കുമ്പോൾ ഞാൻ ഈ പഠിത്തം നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എന്നാൽ ജെഇ ഫേസ് 1 കഴിഞ്ഞ് ഒരു 3 മാസമുണ്ട് ഫേസ് 2-ന്. ഫേസ് 2 വരെ ഇതും ഒരു ദിവസം പോലും ചിന്തിക്കൂല. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, തുടക്കം അതിൽ നിന്ന് പറഞ്ഞ കാര്യം എന്താണ്? ടെൻഷൻ ഉണ്ടാവും. ഇപ്പം ടെൻഷൻ എന്തായാലും ഉണ്ടാവണം. സ്ട്രെസ് ഉണ്ടെങ്കിലല്ലേ പഠിക്കാൻ പറ്റുള്ളൂ. കാര്യം അതാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവന്നത്. ആ സ്ട്രെസ്സാണ്. എക്സാം വരുന്നു, അടുത്ത ആഴ്ച എക്സാം അല്ലെ, 1 മാസം എക്സാം അല്ലെ, 10 ദിവസം എക്സാം ഉള്ളൂ എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നില്ല. അതാണ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫേസ് 2 ഉണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് ആദ്യം ബിൽഡ് ചെയ്യേണ്ടത്. അതായത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫേസ് 2 ഉണ്ട്. ഫേസ് 1 അല്ലേ കഴിഞ്ഞുള്ളൂ. മെജോറിറ്റി സ്ഥലങ്ങളിലും ആളുകൾ ഫേസ് 1 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഫേസ് 2-ന് പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഫേസ് 2-ൽ തന്നെ ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ. അപ്പം ഫേസ് 1 എത്തുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിൽ മനസ്സിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കേണ്ട കാര്യം എന്താണ്? എന്ത് വരാനുണ്ട് ഇനി? ഫേസ് 2 ഉണ്ട്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ, 60% നിന്ന് 98, 99 എത്തിയ ആളുകളെ അറിയാം ഫേസ് 1 നിന്ന് ഫേസ് 2-ൽ. അപ്പം നമ്മൾ ഏറ്റവും കൂളായിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമാണ് ഏത്? ഫേസ് 1. അപ്പം അതുകൊണ്ട് തന്നെ അത് ടെൻഷൻ ഇല്ലാതെ എഴുതാൻ വേണ്ടി എന്ത് ചെയ്യുക? ആ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം. ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുകയുള്ളൂ, ടെൻഷൻ കൂടുകയുള്ളൂ. നമുക്ക് ബുക്ക് വായിക്കുമ്പോൾ കണ്ണും ഇങ്ങനെ എന്താണ് അല്ലേ, ഇങ്ങനെ മിന്നായം പോലെ എന്തൊക്കെയോ എനിക്കൊരു തലവേദന എടുക്കുന്നത്, ഞാനൊന്ന് കിടക്കട്ടെ, ഈ ഒരു ലെവലിലായിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ തോന്നാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഫേസ് 2 ഉണ്ട്, അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. സൈലത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ച് റിവിഷൻ മെറ്റീരിയൽ, ആദ്യം മെറ്റീരിയൽ എല്ലാം സെറ്റായി തന്നിട്ടുണ്ട്. കാര്യം റിവിഷൻ ഫേസ് 1-ന് മുമ്പ് ഒരു സ്ഥലത്ത് നടക്കൂല, പോർഷൻ കംപ്ലീറ്റ് ആക്കൂല. പിന്നെയാണ് റിവിഷൻ. ഇവിടെ പഠിപ്പിച്ച് റിവൈസും ചെയ്തിട്ടാണ് നിങ്ങൾ എന്തിനു വിടുന്നത്? പറയടാ, ഫേസ് 1-ന്. അപ്പം നമുക്ക് ഇനി എന്താ ഇത്രയും ഞങ്ങൾക്ക് ഈ സമയം കൊണ്ട് ചെയ്യാമെങ്കിൽ ഇതിനേക്കാളൊക്കെ എന്ത് ചെയ്യുക? ഇനി വരാൻ പോകുന്ന ഫേസ് 2-ന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? പക്ഷെ ഇപ്പം നിങ്ങൾ ഇട്ടൊരു എഫേർട്ട് ഇല്ല. അതായത് എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടാവും. ഒരു 70% പേർക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവും. അതായത് ഞാൻ ആ എഫേർട്ട് എടുത്തിരുന്നെങ്കിലെന്ന്. ആ ഒരു എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഫേസ് 1 കഴിഞ്ഞു എന്ത് ചെയ്യണം? കൊടുക്കണം. ഫേസ് 1 നിങ്ങളെ എഫേർട്ട് നിങ്ങൾ മാക്സിമം ഇട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്തായാലും വരും. ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യം എത്ര കൂളാകാവോ അത്രയും കൂളാകുക. കാര്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂളായി നിങ്ങൾ അപ്രോച്ച് ചെയ്യുക, അല്ലെ ക്വസ്റ്റ്യൻ കൂളായി അപ്രോച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? അതിൽ നിന്ന് കോൺസെപ്റ്റിനെ ചകഞ്ഞെടുത്തിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഏത് ടോപ്പിക്കാണ് ഏതാണെന്നൊക്കെ വിത്തിൻ 10 സെക്കൻഡ് മനസ്സിലാകണമെങ്കിൽ വളരെ കൂളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കണം, അല്ലെങ്കിൽ വളരെ കൂളായിട്ട് സ്ക്രീനിൽ നോക്കണം. നിങ്ങൾ സ്ക്രീനിലാണല്ലോ നോക്കണ്ടേ, ക്വസ്റ്റ്യൻ പേപ്പർ അല്ലല്ലോ അല്ലേ? സ്ക്രീനിൽ എന്ത് ചെയ്യണം? നോക്കണം. അപ്പം ആ ഒരു നോട്ടം കൃത്യമാകണമെങ്കിൽ വളരെ കൂളായിരിക്കണം. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ എത്ര കൂളാകാവോ അത്രയും കൂളാകുക. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ വരുമ്പോൾ പറയേണ്ട കാര്യം എന്താ? ഫേസ് 1 അല്ല, ഇനി എന്തുണ്ട്? തിരിച്ചു വരാൻ ഇനി സമയമുണ്ട്, ഫേസ് 2. അപ്പം ആ ഒരു എന്ത് ചെയ്യണം? എത്രത്തോളം നിങ്ങൾ സമാധാനത്തോടു കൂടി എന്ത് ചെയ്യുക? മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ടെൻഷൻ ഒന്നും അടിക്കണ്ട. നിങ്ങളുടെ എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടിയിരിക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും, ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, ആ ടെൻഷൻ ഒന്നും ആവശ്യമില്ല. ആ സമയം എന്ത് ചെയ്യും? എന്തായാലും വരും. പിന്നെ എല്ലാവർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് പല സ്ഥലത്ത് പല ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. പക്ഷേ പെർസെൻറ്റേജ് ബേസ് ആയതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യും? കൃത്യമായി നിങ്ങളുടെ എക്സാമിൻ്റെ ഒരു നിങ്ങൾ ചിന്തിക്കേണ്ട എക്സാം വളരെ ടഫാന്ന് ഫീൽ ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ടഫാണ്. ആ ഒരു കോൺഫിഡൻസ് തന്നെ പോവുക. പിന്നെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, കെമിസ്ട്രി, ഫിസിക്സ്, എന്നിട്ട് എന്തിലേക്ക് പോവുക? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോവുക നിങ്ങൾ. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക? എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. അത് സ്ട്രാറ്റജി കാര്യങ്ങളെല്ലാം പറയുന്നതനുസരിച്ച് തന്നെ ഫോളോ ചെയ്ത് മുമ്പോട്ട് പോവുക. നിങ്ങളുടേതായ നിങ്ങളൊരു കഴിഞ്ഞൊരു വർഷം കൊണ്ട് എക്സാം എഴുതിയപ്പോൾ ക്രാക്ക് ചെയ്തൊരു സ്ട്രാറ്റജി ഉണ്ടാവും, എക്സാം എനിക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടി. അത് തന്നെ ഫോളോ ചെയ്യുക. പുതിയതായിട്ടൊന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എക്സാമിൻ്റെ സമയത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങൾ ഇത്രയും നാൾ ഫോളോ ചെയ്ത് അത് തന്നെ ഫോളോ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോവുക. റെഡി അല്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ആ എനർജി വരട്ടെ. നിങ്ങൾ എന്തൊരു മേളായിരുന്നു. ഇപ്പം എല്ലാം ലോ മോഡാണ്, എക്സാം മോഡിലാണ്. അടിപൊളിയാക്കണം. ഓക്കെ.